യെസ്, പാലക്കാട് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. യെസ്, പാലക്കാട് സഖ്യമില്ലാതെ ബി.ജെ.പിയെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്വതന്ത്രനായി ജയിച്ച എച്ച് റഷീദ് ചെയർമാൻ സ്ഥാനാർത്ഥിയായാൽ UDF-ഉം LDF-ഉം പിന്തുണയ്ക്കും. ഇതോടെ ബി.ജെ.പി സ്ഥാനാർത്ഥി പരാജയപ്പെടും. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ BJP ജയിക്കുകയും ചെയ്യും. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സാജിദ്, വളരെ സുപ്രധാനമായ ഒരു നീക്കം, വേണമെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസും കൂടി നടത്തുന്നത് എന്നുള്ളതാണ്. അത്തരമൊരു നീക്കം നടത്താൻ അവർ ഉറപ്പിച്ചിട്ടുണ്ടോ? ഈ റഷീദ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? നൗഫൽ ജിൽസി, ആ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ LDF-ന്റെയും UDF-ന്റെയും ഒരു സഖ്യം എന്ന നിലയ്ക്ക് ഒരു ഭരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് BJP വലിയ പ്രചരണ ആയുധമാക്കും. എന്നാൽ സ്വതന്ത്രനായി മത്സരിച്ച എച്ച് റഷീദിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഈ നാമനിർദ്ദേശ പത്രിക നൽകുകയും വോട്ടെടുപ്പ് വരുമ്പോൾ LDF-ഉം UDF-ഉം റഷീദിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഈ കേവല ഭൂരിപക്ഷമില്ലാത്ത BJP-യേക്കാൾ 3 വോട്ട് അധികമായി ലഭിക്കും. സ്വാഭാവികമായും ഈ റഷീദ് ചെയർമാനാകും എന്ന് ഉറപ്പാണ്. അതോടുകൂടി BJP-ക്ക് ചെയർമാൻ സ്ഥാനം ഇല്ലാതാകും. എന്നാൽ പിന്നീടുള്ളതെല്ലാം തന്നെ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളോ LDF-ന്റെയോ UDF-ന്റെയോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. സമ്പൂർണ്ണ സ്വതന്ത്രരായ മറ്റാരും തന്നെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ പിന്നീട് ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ ഈ BJP-യും LDF-ഉം മത്സരിക്കുന്നൊരു ഘട്ടത്തിലേക്ക് പോവുകയും സ്വാഭാവികമായും BJP വിജയിക്കുകയും ചെയ്യും. അങ്ങനെ ഈ സഖ്യമില്ലാതെ തന്നെ ഈ ചെയർമാൻ സ്ഥാനം ഒഴിവാക്കുക എന്ന ഒരു നീക്കത്തിലേക്ക്, വളരെ ഒരു സുപ്രധാനമായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും അത്തരം ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഈ ചർച്ചകളൊക്കെ ഫലപ്രാപ്തിയിലെത്തുകയാണെങ്കിൽ ഒരു വലിയ നീക്കം തന്നെയായിരിക്കും അല്ലേ? പാലക്കാട് BJP-ക്ക് വേണമെങ്കിൽ BJP-ക്ക് ഭരിക്കാം. പക്ഷെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും, അല്ലെങ്കിൽ സ്വതന്ത്ര അംഗമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് BJP പോകാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ബാക്കി കിടക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് നഗരസഭയിൽ മൊത്തത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ആ അനിശ്ചിതത്വത്തെ മുതലാക്കാനാണ് LDF-ഉം UDF-ഉം ശ്രമിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താകുമെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം.